മാധു വസീഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇത് കോമഡി നടത്തുകയാണെന്നാണ്. സത്യത്തിൽ കോമഡി നടത്തുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാക്കി മന്ത്രിമാരും കൂടി ബസ്സിൽ നടന്ന് കേരളം എമ്പാടും സഞ്ചരിച്ച് കോമഡി ഷോ നടത്തിക്കൊണ്ടിരിക്കുക. ഇവർ ഈ കോമഡി ഷോയ്ക്ക് തുടക്കത്തിൽ പറഞ്ഞത് എന്താ, ജനങ്ങളുമായി സംവദിക്കാൻ, ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പരാതി സ്വീകരിക്കും, പരാതി പരിഹരിക്കും, അതിനു വേണ്ടിയിട്ടാണ് ഈ ജനസദസ്സ് നടത്തുന്നതെന്ന്. പക്ഷേ ജനസദസ്സ് തുടങ്ങിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് കൃത്യമായിട്ട് അക്ഷരാർത്ഥത്തിൽ ജനസദസ്സ. ജനങ്ങൾ സദസ്സിലും പൗരപ്രമുഖരും മന്ത്രിമാരും ഒക്കെ വേദിയിലും അവർ പ്രസംഗിക്കും. അവരുടെ റേഡിയോ പ്രഭാഷണങ്ങൾ കേട്ട് കൈയടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വണ്ടിക്കും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയും ഒക്കെ കൊണ്ടുവരുന്ന ആളുകൾ കണ്ട് കേട്ടിരിക്കണം. പൊരുവെയിലത്തും മഴയത്തും ഒക്കെ വന്നിരിക്കണം. അതാണ് ഈ ജനസദസ്സ് കൊണ്ട് ഇവർ നടപ്പാക്കിയത്. ഇനി പൗരപ്രമുഖരെയാണ് ഇവർ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിക്കുന്നത്. ഈ പൗരപ്രമുഖരുമായിട്ട് എന്ത് ചർച്ചയാണ് നടത്തിയതെന്ന് നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. അത് പിന്നീട് ഈ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ അവർ പിന്നീട് ടെലികാസ്റ്റ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കൊടുക്കുമായിരിക്കും. അതൊരു പ്രചരണ മാർഗമായിട്ട് അവർക്ക് ഉപയോഗിക്കാമല്ലോ, അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പൗരപ്രമുഖരെ സെലക്ട് ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നോ ആരാണ് പൗരപ്രമുഖരെന്നോ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയില്ല. ഇനി ഇവർ പറയുന്ന വൻ ജനക്കൂട്ടം ഉണ്ടായെന്ന ഒരു മണ്ഡലത്തിൽ മാക്സിമം ഒരു 10,000 ആളെ ഇവർ സംഘടിപ്പിച്ചു എന്ന് തന്നെ വെക്കുക. ആ 10,000 ആൾ എന്ന് പറഞ്ഞാൽ 140 മണ്ഡലത്തിലും കൂടി എത്ര ലക്ഷം ആളുകൾ വരും? ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ 10% ആളുകൾ വരുന്നുണ്ടോ? 5% ആളുകൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവർ പങ്കെടുപ്പിക്കുന്ന ഇവരുടെ പാർട്ടി കേഡറുകളായിട്ടുള്ള ആളുകളുടെ അടുത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന റേഡിയോ പ്രഭാഷണം ആണ് ഇവർ ജനസദസ്സ് എന്ന് ഇവർ പറയുന്നത്. രണ്ടാമതായിട്ട് ഇവർ പറയുന്നത് ഈ ബസ് കൊണ്ടുവന്നതും അതിനെ തുടർന്ന് ഗതാഗത തടസ്സം ഇല്ലാതിരിക്കുന്നതും മറ്റു വാഹനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇത് പച്ച നുണ പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുനിന്ന് തെക്കേ അറ്റത്തേക്ക് വന്ന് ഇത് സമാപിക്കുക. ഇത് ഇടത് ഭരണമല്ല കേരളത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഇടുത്തി ഭരണം, സാധാരണക്കാരന് ജീവിക്കാൻ ഒരു രീതിയിലും കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇടുത്തി ഭരണം നടത്തുന്ന സർക്കാരുകൾ. ഈ നവകേരള സദസ്സിനിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമുണ്ട്. കേരളത്തിൽ പെൻഷൻ കിട്ടാതിരിക്കുന്ന, ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുന്ന മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ കോടതി പോകുന്ന സാഹചര്യം ഉണ്ടായി. 5 മാസത്തെ പെൻഷൻ പെൻഡിംഗ് ഉണ്ടായിരുന്നു, 1 മാസം. ഇനി തൊട്ട് മുൻപ് വസീഫ് പറഞ്ഞു പോലീസ് വലിയ ക്ഷമയോടെയാണ് നിങ്ങളെ നേരിട്ടത് എന്ന്. കുറച്ചു മുമ്പ് മുഖ്യമന്ത്രി, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്നു, നിങ്ങൾ കരിങ്കൊടിയുമായി വരുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ, ഈ പറയുന്ന നവകേരള സദസ്സിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് നേരെ ചിരിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം കണ്ണൂർ മുതൽ ഇങ്ങോട്ടുണ്ടായ അക്രമ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്നതും ഈ കാണിക്കുന്നതും ജനങ്ങൾ കാണുന്നില്ലേ? ചിരിച്ചു കാണിക്കുക എന്ന് പറയുന്നതിനെയാണോ നിങ്ങൾ കണ്ടത്, നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടത്? അല്ല മാധു, അത് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. ഈ ചിരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇൻവേർട്ടഡ് കോമയിൽ, അതായത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും കുറുവടി കൊണ്ടും തലയടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ നോക്കുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനം മാതൃകാപരമാണ്, ഇനി തുടരണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരെ കണ്ടുവന്ന, ഒന്നുകിൽ അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിക്കുകയാണ്. രണ്ടായാലും അത് നരാധമന് ചേരുന്ന പരിപാടിയാണ്. അഭിനയമായാലും ഒറിജിനൽ ആയാലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് സംസാരിക്കുന്നത് ചിരിച്ചുകൊണ്ട് നടത്തിയ രക്ഷാപ്രവർത്തനം എന്ന് എൻഡോഴ്സ് ചെയ്യുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. രണ്ടാമത്തത്, വസീഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷം പറഞ്ഞു എന്ന്. വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടല്ല തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ്. എവിടെയെങ്കിലും അടി ഉണ്ടായിട്ടല്ലേ തിരിച്ചടി ഉണ്ടാകുക? അടിക്കല്ലേ തിരിച്ചടി കൊടുക്കുക? വെറുതെ ആരെങ്കിലും തിരിച്ചടിക്കോ? അടി നടത്തി നിങ്ങൾ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ നിങ്ങൾ അടി നടത്തിയപ്പോൾ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടി. അതിന്റെ പേരിൽ ഞങ്ങൾ അക്രമാസക്തരായി എന്നൊക്കെ പറയുന്നതിന് അല്പമെങ്കിലും നാണം വേണ്ടേ വസീഫെ? പിന്നെ നിങ്ങൾ പറഞ്ഞ് മുട്ടയിലെ മുളക് പൊടിയും യൂത്ത് കോൺഗ്രസ്സുകാരനും കേസുകാരനും ഗോലിയും ഒക്കെ, യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുട്ടയിലെ മുളക് പൊടിയും ഗോലിയും ഒക്കെ കാണുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കാഴ്ചയുണ്ട്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിച്ച് തലച്ചോറ് പുറത്തു വരാൻ നോക്കുന്നതും ഡിവൈഎഫ്ഐക്കാർ കൊല്ലാൻ നോക്കുന്നൊന്നും കാണാൻ പറ്റില്ല. അന്നേരം അദ്ദേഹത്തിന്റെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അസുഖം ബാധിക്കുക, പെട്ടെന്ന് കാഴ്ചയ്ക്ക് മുമ്പിൽ കർട്ടം വീഴുക. അതെങ്ങനെയാണ് നീതീകരിക്കാൻ പറ്റുക? നിങ്ങൾ പറയുന്നത് കൂത്തുപറമ്പിലെ കാര്യം ഉൾപ്പെടെ നിങ്ങൾ നിരവധി സമര പോരാട്ടങ്ങളുടെ ചരിത്രം പറഞ്ഞല്ലോ. അതൊക്കെ നിങ്ങളുടെ MV ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയും EP ജയരാജനും ഒക്കെ പറഞ്ഞതുപോലെ ചാവേർ പടം നടത്തിയ ആത്മഹത്യാ ശ്രമമായിരുന്നോ? ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു 5 പേര് നിങ്ങളുടെ ചെറുപ്പക്കാർ മരണപ്പെട്ടത്? ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ. ഞങ്ങളെപ്പോലെ തന്നെ സമരം ചെയ്യാനുള്ള അവകാശമുള്ള ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്കെതിരെ പോലീസ് അട്രോസിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. യുവജനങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങളെ ഒരു രീതിയിലും അംഗീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ പോലീസ് നിയന്ത്രിക്കണം, അതൊക്കെ. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അത് മഹത്തായ പ്രവർത്തനം, യൂത്ത് കോൺഗ്രസ് ചെയ്യുമ്പോൾ അതെന്തോ മോശപ്പെട്ട പ്രവർത്തനം, കോമഡി ഷോ ആണെന്ന് പറയുമ്പോൾ ആ കോമഡി ഷോ ആണെന്ന് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയണം.
ഏറ്റവും വലിയ കോമഡി താരമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കോമഡി മാത്രമല്ല ട്രാജഡി ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുക കേരളത്തിൽ.